Hi all, welcome back. So നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സ്റ്റാക്ക് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ് ഓർ ലിങ്ക്ഡ് സ്റ്റാക്ക്. ഓക്കെ, സോ നമ്മളിവിടെ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് സ്റ്റാക്കിനെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ഇതിനു മുമ്പേ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, അറേ യൂസ് ചെയ്തിട്ട് സ്റ്റാക്കിന്റെ ഇംപ്ലിമെന്റേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റാക്കിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം സ്റ്റാക്കിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് ഓപ്പറേഷൻസ് ആണ് പുഷ്, പോപ്പ്. അല്ലെ, പുഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്കിലേക്ക് നമ്മൾ എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുക, പോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്കിൽ നിന്ന് എലമെന്റിനെ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് മെയിൻ ഓപ്പറേഷൻസ് സ്റ്റാക്കിൽ. സോ ഇതേ ഓപ്പറേഷൻസ് തന്നെ നമുക്ക് സ്റ്റാക്കിനെ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഇതേ ഓപ്പറേഷൻസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് സ്റ്റാക്കിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇതാണ് ടോപ്പ് ഓഫ് സ്റ്റാക്ക്, സ്റ്റാക്കിന്റെ ടോപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ നോഡുകളാണ്, നമുക്കറിയാമല്ലോ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നോഡുകൾ കാണും. സോ ഇതൊക്കെ നോഡുകളാണ്. ഇത് നോഡിന്റെ ഡാറ്റ പൊസിഷനും നെക്സ്റ്റ് പൊസിഷനുമാണ്. അതായത് നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത നോഡിലേക്കുള്ള അഡ്രസ് ആയിരിക്കും ഈ നെക്സ്റ്റ് ഏരിയയിൽ ഉണ്ടായിരിക്കുന്നത്, അല്ലെ. സോ അങ്ങനെയാണ് ലിങ്ക് വരുന്നത്. സോ ഇങ്ങനെ ലിങ്ക് വരും. സോ ഇതാണ് ടോപ്പ്. ടോപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലെ ആ ഒരു നോഡിലോട്ടായിരിക്കും പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെ. സ്റ്റാക്കിന്റെ ഒരു പോയിന്റർ ആണ് ടോപ്പ് എന്ന് പറയുന്നത്, അല്ലേ. നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് ഇനിയും ഇതിലെ ഓപ്പറേഷൻസ് നോക്കാം. എങ്ങനെയാണ് നമുക്ക് സ്റ്റാക്കിലേക്ക് ഇൻസേർഷൻ, അതായത് ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത സ്റ്റാക്കിലേക്ക് നമുക്ക് പുഷ് എങ്ങനെ ചെയ്യാം, പോപ്പ് എങ്ങനെ നമുക്ക് പെർഫോം ചെയ്യാമെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. സോ ഇതാണ് അൽഗോരിതം ടു ഇൻസേർട്ട് ആൻ എലമെന്റ് ഇൻറ്റു ദ സ്റ്റാക്ക്, ദാറ്റ് ഈസ് പുഷ് ഓപ്പറേഷൻ. സോ നമ്മൾ പുഷ് ഓപ്പറേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാക്കിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അൽഗോരിതം നോക്കാം. അൽഗോരിതം ആഡ് ഐ കോമ വൈ, വേർ ആഡ് ഐ ഇൻറ്റു ഐത്ത് ആഡ് വൈ ഇൻറ്റു ഐത്ത് സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ വൈ എന്ന് പറഞ്ഞ എലമെന്റിനെ നമ്മൾ ഐത്ത് സ്റ്റാക്കിലേക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് പുഷ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളിവിടെ ആദ്യം നമുക്കറിയാം, നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഓൾറെഡി നമ്മൾ പഠിച്ചപ്പോൾ എന്തായിരുന്നു, ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നോഡിനെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെ. അപ്പൊ ന്യൂ എക്സ് എന്ന് പറയുമ്പോൾ പുതിയൊരു നോഡിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ പുതിയൊരു നോഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ ഇവിടെ നമ്മൾ പുതിയൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്തു. നോഡിന് രണ്ട് പാർട്ടാണുള്ളത്, അല്ലെ. ഡാറ്റ പൊസിഷനും ഉണ്ട്, ഡാറ്റ പാർട്ടും ഉണ്ട്, പിന്നെ ലിങ്ക് പാർട്ടും ഉണ്ട്. റീഡ് വൈയെ നമ്മൾ റീഡ് ചെയ്തു. സോ ആ റീഡ് ചെയ്ത വൈ, അതായത് വൈ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയാണ്. ആ ഡേറ്റയെ നമ്മൾ റീഡ് ചെയ്തു. റീഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, എക്സ് ഡോട്ട് ഡേറ്റ ഈസ് ഈക്വൽ ടു വൈ. അപ്പൊ നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു നോഡാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ എക്സ് എന്ന നോഡ്. സോ നമ്മൾ എന്ത് ചെയ്തു, ആ എക്സിന്റെ ഡേറ്റ പൊസിഷൻ, ഇതാണ് ഡേറ്റ പൊസിഷൻ, അവിടേക്ക് നമ്മൾ വൈയെ അസൈൻ ചെയ്തു. റീഡ് ചെയ്ത വൈയെ നമ്മൾ അസൈൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇവിടെ. ഇനി എന്താണ്, ഈ ടോപ്പ് ഈക്വൽ ടു നില്ല്. ടോപ്പ് എന്ന് പറയുന്നത് നില്ലാണെങ്കിൽ, ടോപ്പ് ഓഫ് ഐ എന്ന് പറയുന്നത് നില്ലാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ, അവിടെ ഒരു സ്റ്റാക്ക് ഇല്ല എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ ഒരു സ്റ്റാക്ക് ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു നോഡ് അതിലേക്ക് നമ്മൾ ടോപ്പിനെ എന്ത് ചെയ്യുക, പോയിന്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ടോപ്പ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു എക്സ് വരും. അതായത് എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഈ നോഡാണ്. ആ നോഡിലേക്ക് നമ്മൾ ടോപ്പിനെ നമ്മൾ പോയിന്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇനി എക്സ് ഡോട്ട് ലിങ്ക് ഈസ് ഈക്വൽ ടു നില്ലു ആക്കുക. എന്നിട്ട് അതിന്റെ ലിങ്ക് പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക, നില്ലാക്കുക. നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആക്കുക, അല്ലെ. അപ്പൊ അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇതൊരു സ്റ്റാക്കാണ്, ലിങ്ക്ഡ് സ്റ്റാക്ക് ആണ്. സോ ആ സ്റ്റാക്കിൽ ആകെപ്പാടെ ഒരൊറ്റ നോഡേ ഉള്ളൂ, അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഈഫ് പോർഷൻ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ഈഫ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, ടോപ്പ് ഇല്ല എങ്കിൽ, അതായത് ടോപ്പ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാക്കേ ഇല്ല എങ്കിൽ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു നോഡ് ആയിരിക്കും ആ സ്റ്റാക്കിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി എൽസ് പോർഷൻ, അതായത് ഓൾറെഡി ഒരു സ്റ്റാക്ക്, ഇപ്പൊ ഈ തന്ന ഫിഗർ പോലെ തന്നെ ഓൾറെഡി ഒരു സ്റ്റാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ടോപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലായിരിക്കും പോയിന്റ് ചെയ്ത് നിൽക്കുക, അല്ലെ. അത് നമുക്കറിയാം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എക്സ് ഡോട്ട് ലിങ്ക് ഇസ് ഈക്വൽ ടു ടോപ്പ് ഓഫ് ഐ. ടോപ്പ് ഓഫ് ഐ എന്ന് പറയുന്നത് എക്സ് ഡോട്ട് ലിങ്ക്, എക്സ് എന്ന് പറയുന്നത് ഇതാണ്, അല്ലെ. എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്താണ്. അതിന്റെ ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്, ലിങ്ക് പൊസിഷൻ ആണ് ഇത്. എക്സ് ഡോട്ട് ലിങ്ക് ഇസ് ഈക്വൽ ടു ടോപ്പ് ഓഫ് ഐ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അസൈൻ ചെയ്യുക, അല്ലെ. അപ്പൊ എക്സ് ഡോട്ട് ലിങ്ക് ഇസ് ഈക്വൽ ടു ടോപ്പ് ഓഫ് ഐ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എക്സിന്റെ ലിങ്കിനെ നമ്മൾ ഇപ്പൊ ടോപ്പിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പം ഇതാണ് ടോപ്പ് ഓഫ് ഐ എന്ന് പറയുന്നത്. സോ ഈ ടോപ്പിലേക്ക് നമ്മൾ എക്സിന്റെ ആ ലിങ്കിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു എക്സ്. എന്നിട്ട് ഇവിടുത്തെ ഈ ടോപ്പിനെ നമ്മൾ എന്ത് ചെയ്തു, ഈ എക്സിലേക്ക് നമ്മൾ മാറ്റി, അല്ലെ. സോ അങ്ങനെ വരും. സോ ഈ ടോപ്പിനെ നമ്മൾ എക്സിലേക്ക് മാറ്റി. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഇവിടെ നിന്ന് ടോപ്പ് പോയി. സോ ഇവിടുന്ന് ടോപ്പ് പോവുകയും ചെയ്തു. ആ ടോപ്പ് എന്ന് പറയുന്നത് ഇവിടെ എക്സിലേക്കും വന്നു, എക്സിലേക്ക് നമ്മൾ മാറ്റുകയും ചെയ്തു. സോ ഇതാണ് ഇനിയിപ്പോൾ ടോപ്പ് എന്ന് പറയുന്നത്, ഇതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ എലമെന്റിനെ നമ്മൾ ടോപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പുഷ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ എലമെന്റ്. ദെൻ അവിടെ നിന്ന് ഇങ്ങനെ നേരെ 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 നമ്മൾ എന്ത് ചെയ്യുക, ലിങ്ക് കൊടുത്ത് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ പുതിയൊരു എലമെന്റിനെ നമ്മൾ സ്റ്റാക്കിലേക്ക്, അതായത് ലിങ്ക്ഡ് സ്റ്റാക്കിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന അല്ലെ പുഷ് ചെയ്യുന്നതിന്റെ അൽഗോരിതം ആണിത്. സോ അതിന്റെ വർക്കിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിലീഷൻ ആണ് അല്ലെ. അപ്പം ഡിലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പ് ഓപ്പറേഷൻ ആണ്. സോ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. സോ ഇതാണ് അതിന്റെ അൽഗോരിതം ടു ഡിലീറ്റ് ആൻ ഐറ്റം ഫ്രം എ ലിങ്ക്ഡ് സ്റ്റാക്ക്. ഒരു ലിങ്ക്ഡ് സ്റ്റാക്കിൽ നിന്ന് നമ്മൾ ഒരു ഐറ്റത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞാൽ പോപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാക്ക് എന്ന് വിചാരിക്കുക. ഈ തന്നിരിക്കുന്നതാണ് നമ്മുടെ സ്റ്റാക്ക്. സോ ഇതിൽ നിന്നുമാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ പോകുന്നത്. അതായത് ടോപ്പിൽ നിന്നാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക അല്ലെ. അപ്പം സ്റ്റാക്ക് ആകുമ്പോൾ നമുക്ക് ഇൻസേർഷനും ടോപ്പിൽ കൂടെ പറ്റുള്ളൂ, ഡിലീഷനും ടോപ്പിൽ കൂടെ പറ്റുള്ളൂ. ഒരു സിംഗിൾ എൻഡിൽ കൂടെ മാത്രമേ നമുക്ക് ഇൻസേർഷനും ഡിലീഷനും പറ്റുള്ളൂ അല്ലെ. അപ്പൊ നോർമലി ഈ ടോപ്പിലുള്ള ഈ ഒരു ഇതിനെയായിരിക്കും, ഈ ഒരു നോഡിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെ, പോപ്പ് ചെയ്ത് പോകുന്നത് അല്ലെ. അൽഗോരിതം നോക്കാം. അൽഗോരിതം ആഡ് i, y. ഡിലീറ്റ് ടോപ്പ് നോഡ് ഫ്രം ith സ്റ്റാക്ക് ആൻഡ് സെറ്റ് ടു y. ഓക്കെ, ഇനി നോക്കുക. ഈ ടോപ്പ് ഈക്വൽ ടു നിൽ. ടോപ്പ് എന്ന് പറഞ്ഞാൽ നിൽ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാക്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താ, സ്റ്റാക്ക് ഈസ് എം ടി അല്ലെ. എം ടി സ്റ്റാക്ക് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുക അല്ലെ. അപ്പൊ ടോപ്പ് ഇല്ല എങ്കിൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ എം ടി സ്റ്റാക്ക് ആണ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് ഇല്ല. ഓക്കെ, ഇനി അല്ലാത്ത കേസിൽ ഇതുപോലെ ഒരു സ്റ്റാക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് ഈ ഫിഗറിൽ കണ്ട പോലെ ഒരു സ്റ്റാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാവുന്നതാണ് എൽസ് പോർഷനിൽ കിടക്കുന്നത്. നോക്കുക, എക്സ് ഇസ് ഈക്വൽ ടു ടോപ്പ് ഓഫ് ഐ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ടോപ്പ് ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടോപ്പ് ഓഫ് ഐ എന്ന് പറഞ്ഞ ടോപ്പ് ഇങ്ങോട്ടാണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ പേര് വെച്ചിട്ട് വിളിച്ചു, എക്സ് വെച്ച് അസൈൻ ചെയ്തു. സോ ഈ ടോപ്പ് ഓഫ് ഐ, ഈ ഒരു ടോപ്പിൽ കിടക്കുന്ന ഈ ഒരു നോഡിനെ നമ്മൾ എക്സ് വെച്ച് അസൈൻ ചെയ്തു. ഇനി എന്ത് ചെയ്തു, y ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ഡേറ്റ. അപ്പൊ എക്സ് ഡോട്ട് ഡേറ്റ എന്ന് പറയുന്നത് ഈ ഡി ആണ് അല്ലെ. ഇപ്പൊ എക്സ് ഡോട്ട് ഡേറ്റ എന്ന് പറയുന്ന ഡി ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, വൈയിലേക്ക് സേവ് ചെയ്തു അല്ലെ. അപ്പൊ വൈയിലേക്ക് നമ്മൾ സേവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡി അവിടുന്ന് പോയി ഡി വൈ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനകത്തോട്ട് നമ്മൾ സേവ് ചെയ്തു. അതായത് ആ ഡേറ്റയെ നമ്മൾ വേറൊരു പ്ലേസിലേക്ക് നമ്മൾ സേവ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി എന്ത് ചെയ്തു, ടോപ്പ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ലിങ്ക്. ഓക്കെ, അപ്പൊ ടോപ്പ് ഓഫ് ഐ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് ഡോട്ട് ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഇതാണ്, അതിന്റെ ലിങ്ക് ഇതാണ് അല്ലെ. അപ്പൊ എക്സ് ഡോട്ട് ലിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് നോഡാണ്. എക്സിന്റെ ലിങ്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് നോഡാണ്. അവിടേക്ക് എന്ത് ചെയ്തു, ടോപ്പ് ഓഫ് ഐ നമ്മൾ മാറ്റി. അപ്പൊ ഈ ടോപ്പ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയിട്ട് ടോപ്പ് ഓഫ് ഐ ഇവിടെ വരും, നേരെ താഴത്തെ ആ ഒരു നോഡിലേക്ക് വരും. ഓക്കെ, അപ്പൊ ടോപ്പ് ഓഫ് ഐ അവിടുന്ന് പോയി ടോപ്പ് ഓഫ് ഐ എന്ന് പറയുന്നത് നേരെ ഇങ്ങോട്ട് വന്നു. അതായത് ടോപ്പ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ ഇരുന്ന ആ ടോപ്പ് എന്ന് പറഞ്ഞാൽ നേരെ താഴേക്ക് വരും. എക്സ് ഡോട്ട് ലിങ്ക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ്, എക്സിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ആ ഒരു നെക്സ്റ്റ് നോഡാണ് എക്സ് ഡോട്ട് ലിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ടോപ്പ് ഇവിടെ താഴെ വന്നു. ഓക്കെ, ഇനി നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുക, ഡിസ്പോസ് എക്സ്, ഈ എക്സിനെ നമുക്ക് ഡിസ്പോസ് ചെയ്ത് കളയാം. അപ്പൊ ഡിസ്പോസ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക, ഈ എക്സിനെ നമ്മൾ ഇവിടെ നിന്ന് ഡിസ്പോസ് ചെയ്ത് കളഞ്ഞു. സോ എക്സ് അവിടെ നിന്ന് പോയി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ടോപ്പ് എന്ന് പറയുന്നത്, എവിടെ ആയിരിക്കും ടോപ്പ് എന്ന് പറയുന്നത്, ഇനി ഇതാണ് നമ്മുടെ ടോപ്പിൽ വരുന്ന നോഡ് എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് സ്റ്റാക്കിന്റെ ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നോഡ് ഇവിടുന്ന് പോയി ഡിസ്പോസ് ചെയ്ത് കളഞ്ഞു നമ്മൾ. സോ ഈ നെക്സ്റ്റ് അപ്പൊ ടോപ്പിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി ഇതാണ് നമ്മുടെ സ്റ്റാക്കിന്റെ ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇൻസേർഷനും ഡിലീഷനും, സോ ഈ രണ്ട് മെയിൻ ഓപ്പറേഷൻ ആണ് നമ്മൾ ലിങ്ക്ഡ് സ്റ്റാക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇതാണ് ലിങ്ക്ഡ് സ്റ്റാക്ക്. ലിങ്ക്ഡ് സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാക്കിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അല്ലെ. സോ അതാണ് ലിങ്ക്ഡ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് പുഷും പോപ്പും അതിനകത്ത് മെയിൻ ആയിട്ടുള്ള രണ്ട് ഓപ്പറേഷൻസ്. അപ്പൊ ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.